ഹായ് ഓൾ, ഇന്ന് നമുക്കൊരു മത്തി പറ്റിച്ചതുണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ മത്തി നല്ല കഴുകി വൃത്തിയാക്കി കരിയാപ്പിലയും കൂടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു തേങ്ങാപ്പീര എടുത്തിട്ട് അതിനകത്ത് 1 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, ഒരു 8-10 കുഞ്ഞുള്ളി, ഒരു 6-7 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 4-5 പച്ചമുളക്, ഇതെല്ലാം കൂടിയിട്ട് മിക്സിക്കകത്തിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അത് നമുക്ക് ആ മീൻ കഴുകി വെച്ചതിനകത്തോട്ട് ഇടാമേ. അതിനുശേഷം വീണ്ടും ഒരു കുഞ്ഞുള്ളി, പിന്നെ 5-6 കുഞ്ഞുള്ളി, പിന്നെ ഒരു ചെറിയ 4-5 പച്ചമുളക്, പിന്നെ 4-5 വെളുത്തുള്ളി, കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാമേ. പിന്നെ പുളിയും കൂടി ഇടുന്നുണ്ട്. പുളി ഒരു 10 മിനിറ്റ് വെള്ളത്തിലിട്ട പുളിയും കൂടി ഇട്ട് അതിനുശേഷം ഒരു മുങ്ങത്തക്ക രീതിയിൽ വെള്ളവും കൂടി ഒഴിച്ച് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുന്നുണ്ട്. 10 മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കി. അപ്പോൾ അതേ ഒന്ന് അടച്ച് നോക്കിയപ്പോൾ അത് വെന്തിട്ടുണ്ട്. പക്ഷേ വെള്ളമുണ്ട്. നമുക്ക് വെള്ളം പറ്റിക്കാനായിട്ട് ഒന്നുകൂടെ നമുക്കൊരു 10 മിനിറ്റ് അടച്ച് വെക്കാമേ. ഒരു 10 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് തുറന്ന് നോക്കാമേ. 10 മിനിറ്റിന് ശേഷം ഞാൻ തുറന്ന് നോക്കിയപ്പോൾ അതിനകത്ത് വെള്ളമൊക്കെ നന്നായിട്ട് പറ്റിയിരിക്കുന്നുണ്ട്. ആ സമയത്ത് ഞാനാണെങ്കിൽ കുറച്ച് കരിയാപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ അതിൻ്റെ പുറത്ത് തൂകി കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മീൻ പീര വളരെ ഈസിയാണ്. ഇടയ്ക്ക് എന്നും നമ്മൾ മീൻ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൽ നിന്നൊരു മാറ്റം ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കാമേ. വളരെ ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒരു രസവും കൂടെ കൂട്ടി മീൻ പീരയും കൂട്ടി ചോറുണ്ണാൻ വളരെ ടേസ്റ്റാണ്. ചപ്പാത്തി കൂടെയൊക്കെ കഴിക്കാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.